പിന്നെ ഇത് വീരപ്പൻ സാറിൻ്റെ ഉണ്ട് മറ്റേ പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്ന് പിറന്നുവല്ലോ, വീട്ടിൽ പിറന്നുവല്ലോ, അച്ഛൻ്റെയും കട്ടുണ്ടല്ലോ അമ്മയുടെയും കട്ടുണ്ടല്ലോ, ഹാഫ് വീതം രണ്ടും ഹാഫ് വീതം, കുഞ്ഞാണേ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണേ, കുഞ്ഞാണേ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണേ, ഞാനാണേ പൂരാടം പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്ന് പിറന്നുവല്ലോ, വീട്ടിൽ പിറന്നുവല്ലോ. ആ കേൾക്കാറുണ്ട്. അമിട്ട് അല്ലേ, അമിട്ടുണ്ട്. അവളുടെ പാർട്സുകൾ ചികയുന്നു സുന്ദരി. ആ അതുകൊണ്ട് സലീം കുമാറേട്ടൻ ഇന്നസെന്റ് ഏട്ടൻ മെയിൽ പോർഷൻസാ. പിന്നെ അടൂർ ഭവാനി ചേച്ചി ഫീമെയിൽ. ഉമ്മറിക്കയാണല്ലേ മെയിൻ പരിപാടി. ഉമ്മറിക്കയുണ്ട്. ജയേന്ദ്ര സാറാണ് സ്റ്റേജിൽ മിമിക്രി പറയിപ്പിച്ചത്. പിന്നെ സുരാജ് ഏട്ടൻ നമ്മുടെ കൊച്ചി രാജാവ് അല്ല മാടമ്പി സിനിമയിൽ ലാസ്റ്റ് പിള്ള കൊച്ചിട്ടാ പറഞ്ഞോണ്ട് എൻ പിള്ള സാറിൻ്റെ ഒക്കെ എന്താണോ ഞാൻ മുറകേണ്ടത്? കോവിഡ് സമയത്ത് 2 വർഷം ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ ഇരുന്നതോ, എന്നിട്ടൊരു പൈസ ഇല്ലാതെ മീൻ വിൽക്കാൻ പോയതോ, എന്താണോ ഞാൻ മുറകേണ്ടത്? പറയണോ പറയാൻ. പാരഡി നമ്മുടെ സുധീർ പറവൂരേട്ടൻ്റെ ആരാധികയാണ് ഞാൻ. വീട് രാജപ്പൻ സാർ നാദർഷിക്കാം. ആ കേൾക്കാറുണ്ട്. ആരുടെയായിരുന്നു? ബോണിയൊക്കെ കേട്ടിട്ടുണ്ട്. ഉഷാ ദീദിയുടെ ഇഷ്ടം. ദീദിയുടെ ഇഷ്ടമായിട്ടാ. ദീദിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. പാവം അല്ലേ, നല്ല രസമുണ്ട്. വേറെ എനർജി ലെവലാ. എൻ്റെ കേരളം എത്ര സുന്ദരം എന്നാ സാധനമല്ലേ സംഭവം. അത് പണ്ട് മുതലേ ഉള്ളതല്ലേ. ഇല്ല പാടിയിട്ടില്ല. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ക്ലാസിക്കൽ വൽക്കരിച്ച്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അതെങ്ങനെ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ how I wonder what you are up above the world so high like a diamond in the sky. അത് നമ്മളെ പണ്ട് കേട്ടിട്ടില്ലേ? നമ്മളൊരു സാവിത്രി ഒരു മേഡം മൊബൈലിൽ പാടിയിട്ടുണ്ടല്ലോ അങ്ങനെ. ആ ഒരു മേഡം മരിച്ചു പോയല്ലേ, ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നോക്കിയിട്ടില്ല, നോക്കണം. കേട്ട് പഠിച്ചിട്ട് വേണേ. ഏതാ ഇംഗ്ലീഷ് പാട്ടുള്ളത് പുള്ളിയുടെ? മൈക്കിൾ ജാക്സന്റെ ഒന്നും കേട്ടിട്ട് വേണോ ഉണ്ടാക്കാൻ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടാണ്. മലയാളം പാട്ടുകൾ, സിനിമ പാട്ടുകൾ ആ പാടിയിട്ടുണ്ട്. ആ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, അത് പള്ളിപ്പുറം സുനിച്ചേട്ടൻ പാടി കേട്ടായിരുന്നു. നിന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ നിന്റെ പൻ കട്ടോണ്ട് പോയി, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ നിന്റെ പൻ കട്ടോണ്ട് പോയി, നിന്റെ പൻ്റെ ഭ്രാന്തി കുപ്പി നിന്റെ അമ്മ കുടിച്ചു തീർത്തേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പാടിയിട്ടുണ്ട്. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വച്ചേ എൻ്റെ വെറ്റിലെത്താമ്പളത്തിൽ, ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വച്ചേ എൻ്റെ വെറ്റിലെത്താമ്പളത്തിൽ. അങ്ങനെ ദൈവമേ. പിന്നെ ഓടേണ്ട ഓടേണ്ട എന്നുള്ള ഗസൽ ടൈപ്പിൽ അത് കേട്ടായിരുന്നു മണിച്ചേട്ടൻ്റെ. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട. അങ്ങനെ
ആ അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉയർന്നു വാ തടകളെ നീ ഉടച്ചു വാ ഉയർന്നു വാ ഉലകിനെ നീ ജയിച്ചു വാ. താങ്ക് യു. അതല്ലേ സംഭവം അല്ലേ, ഉലകിനെ ജയിച്ചു പോവാ. മോട്ടിവേഷൻ അല്ലേ, മോട്ടിവേഷൻ, ധൈര്യം തരുന്ന മുത്തശ്ശിയുടെ ഒരു ഒരു പരിപാടി അത്. ആ സാധകത്തിൽ പ്രാക്ടീസിലൂടെ അതുകൊണ്ട് പ്രാക്ടീസ്, അച്ഛനും അമ്മയുടെയൊക്കെ പരിശീലനം അങ്ങനെ ഓപ്പണായിട്ട് പാടി ശീലിക്കണം. പിന്നെ വേർഡ്സ് ക്ലാരിറ്റി പ്രധാനമാണ്, അത് പണ്ട് പോലെ നിർബന്ധമായിരുന്നു. അതെ അതെ. പിന്നെ ദാസേട്ടനും ഉണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടേ, ഒരുപാട് പ്രഷർ കൊടുക്കണ്ട ഹൈപ്പിച്ചിൽ, നമ്മൾ സ്ട്രെയിൻ ആവണ്ട, ഒതുക്കി പാടാൻ പറയും. ഞാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ റോൾ മോഡൽ ദാസേട്ടനാണേ. അല്ലല്ല, അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല, നല്ല ഒരുമാതിരി പാട്ടിൻ്റെ കാര്യത്തിൽ. ഏയ് ഒന്നുമില്ല, പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് താമസിച്ചില്ല വരുന്നു. അപ്പോൾ അത് ഇന്നും അതുകൊണ്ട് വരാനും താമസിച്ചില്ല. 8 മണിക്ക് എണീറ്റ്. ഇപ്പോൾ 8 മണിക്കുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ്. ദേവുവിൻ്റെ കൂടെ കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. അതല്ലേ നല്ല പാട്ടല്ലേ? ആ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പാട്ട് മുഴുവൻ പരാതികളാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് പരാതിയെ. ഞാൻ ദിവസം വൈക്കത്ത് പോലീസ് സ്റ്റേഷനിലല്ല പോലീസ് സ്റ്റേഷൻ ഷിജുവണ്ണം വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറ്റിക്കാൻ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പറയാൻ, കരിമിഴിക്കുരുവേ കണ്ടില്ലെന്ന്. എന്നാ ചേച്ചി ചോദിക്കാൻ വന്നു. റഹ്മാൻ സാറിന്റെ എൻ വീട്ടു തോട്ടത്തിൽ പൂവെല്ലാം കേട്ടുപ്പാർ, എൻ വീട്ടു ജന്നൽ കമ്പി എല്ലാമേ കേട്ടുപ്പാർ, என் வீட்டு தென்னங்கீற்றை ஒன்றாய் கேட்டுப்பார், என் பேர் சொல்லுமே. ഇത് സാധനമല്ലേ? ആ പാട്ടൊരു പഴയ പാട്ടിൻ്റെ ഇതില്ലേ? അയ്യോ കുഴപ്പമാകുമോ പറഞ്ഞ മിണ്ട അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ, അതല്ലേ? അയ്യോ അല്ല, ഞാൻ ഇന്നലെ ഓർത്തു അദ്ദേഹം ഈ ട്യൂൺ എങ്ങനെ കേട്ടു എന്ന് അതിശയിച്ചിട്ടുണ്ട്. ഏട്ടാ അത് കൊള്ളാല്ലേ, ഇതെങ്ങനെ ഇദ്ദേഹം ഈ ട്യൂൺ കേട്ടു? ഷോ പഴയ സാധനമല്ലേ, ഇത് എവിടെ നിന്ന് ഒപ്പിച്ചെന്ന് പറഞ്ഞു. ആ കല്യാണവും അതുപോലെ. അത് അദ്ദേഹത്തിൻ്റെ ശല്യം നോക്കിയോ, സൂര്യക്കേട് കൊണ്ട് തന്നെ അങ്ങോട്ട് ഞാൻ തന്നെ തീരുമാനിച്ചത്. അതായത് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, ഇങ്ങനെ ഇരിക്കാൻ മേല, ഇങ്ങനെ ഇരിക്കാൻ മേല, അത് കഴിക്കാൻ മേല, ഇത് കഴിക്കാൻ മേല, പ്രാർത്ഥിക്കാൻ മേല. അപ്പം അച്ഛനും അമ്മയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പാടില്ല. നടക്കണ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ് നടക്കണ കാര്യമില്ല. ഞാൻ കട്ടയ്ക്ക് നിന്ന് പുള്ളി മാറ്റാൻ പരമാവധി നോക്കി. എനിക്കങ്ങനെ ഒരു സ്വഭാവം, ഈ കാര്യത്തിലൊക്കെ ഞാൻ കട്ടയ്ക്ക് നിൽക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടേ നടക്കൂല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഈ പരിപാടി പറ്റൂല,
ഞാൻ മമ്മൂക്കയുടെ മമ്മൂക്ക പറയൂലേ, മമ്മൂക്ക പറയണ പോലെ ഞാൻ പറഞ്ഞു സുലാൻ എന്ന് പറഞ്ഞു പുള്ളിയോട്. പരിപാടി ഇവിടെ പറ്റിയല്ലോ സുലാൻ. ആ സെയിം സ്വഭാവമായിരുന്നു. അതെ അതെ, നമ്മുടെ മനസ്സിനൊപ്പം, അല്ല നമ്മുടെ പരിധിക്ക് വരുന്ന ആളല്ല കേട്ടോ, നമ്മുടെ മനസ്സിനൊപ്പം നിൽക്കുന്ന ആളായിരിക്കണം. അതിടല്ല അല്ല, നമ്മുടെ സന്തോഷങ്ങൾക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണെന്നുള്ള ആഗ്രഹം. പാട്ടിനെ സ്നേഹിക്കണം. അതെ, കോമഡി എല്ലാത്തിനെയും, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ, അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ളവർ, അങ്ങനെ പറയാല്ലേ. അതായത് നമുക്ക് ചുറ്റിനും വലയം സൃഷ്ടിക്കുന്നവർ വേണ്ട, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ. അത് പ്രധാന പോയിന്റ് അല്ലേ, നോട്ട് ദ പോയിന്റ്. നമുക്ക് ചുറ്റിനും വലയം സൃഷ്ടിക്കുന്നവരാണെങ്കിൽ വേണ്ട, നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണെങ്കിൽ ഓക്കെ. അഭിനയം സിനിമയിൽ കാരണം ഇത്ര എനർജിയും എല്ലാം ഉണ്ട്, അപ്പൊ അങ്ങനത്തെ ഇത് വന്നിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ട് 7 ദേശങ്ങൾക്കും അകലെ. അതിൽ പിന്നെ അയച്ചിട്ട് പണിയാട്ടോ, കുറേ പ്രാവശ്യമൊക്കെ ആകുമ്പോൾ എനിക്ക് വട്ടായി പോകും, ഞാൻ പിന്നെ പരിപാടി നിർത്തി. വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അയാം ലോന എന്നൊരു സിനിമയിൽ റേഡിയോ ശ്രോതാവായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക്. അത് പിന്നെ സുഖമല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ, മരുന്നപ്പരി. അപ്പം ഞാൻ അന്നാ ഓക്കെ എന്നും പറഞ്ഞ്, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്നിട്ടേ സമ്മതിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് മമ്മൂക്ക കഥ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ഒരു എഴുത്തുകാരിയായിട്ട്. അയാം ലോന അതിപ്പം ഇറങ്ങും കേട്ടോ, കാണണേ. അതിൽ അഭിനയിച്ചിപ്പോൾ 7 ദേശങ്ങൾക്കും അകലെ പാടി അഭിനയിച്ചു. മൂപ്പൻ്റെ മകളായിട്ടൊക്കെ. ചാത്തന്നൂർ വിജയമാമൻ്റെ കൂടെയായിരുന്നു. വിജയമാമൻ പക്ഷേ കൈ പിടിച്ച്, എനിക്ക് ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ പേടിയായിരുന്നു, സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ, സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പറയുമോ ഇല്ലയോ, അപ്പടി സംശയങ്ങളായിരുന്നു. പുള്ളി പറഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ കൊണ്ടുപോയി. ഞാനതുകൊണ്ട് പരിചയമില്ലാത്തവരോടൊന്നും പോകുന്നില്ല, അവർ ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിലെന്നുള്ളൊരു ഭയമാണ്. ഞാൻ അച്ഛനോട് ഇപ്പം വെളിയിൽ പോകുമ്പോൾ തന്നെ ഞാൻ പിടിച്ചോളാന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ പറയും അച്ഛനും അമ്മയും കൂടെ വേണം, ഞാൻ വാശി പിടിക്കും. വേണം, അതെ അതെ, ഇവിടെ ഉണ്ടാവും. ഹൈദരാബാദ് വെച്ച് അച്ഛനും അമ്മയും വെളിയിൽ പോകാൻ പറഞ്ഞു അവര് ഞാൻ പറ്റിയായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എന്താ, അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ തർക്കാടി അമ്മ പറ്റൂല എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും പറഞ്ഞു പറ്റൂലെന്ന്. ഞാൻ ഇരിക്കും, അപ്പുറത്തെ മുറിയിലിരിക്കും, ഞാനകത്ത് ഇരിക്കും. പിന്നെ കൊണ്ടുവരാറാകുമ്പോൾ അവർ അച്ഛനമ്മയും ഒന്ന് വിളിച്ചോണ്ട് വരും. ചിലവ് ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കില്ല. ജയേന്ദ്ര സാറ് കുഴപ്പമില്ല കേട്ടോ, ജയേന്ദ്ര സാറിൻ്റെ കൂടെ ഒക്കെ കൈ പിടിച്ചാൽ കൊണ്ടുപോകും. പിന്നെ പരിചയമുള്ള എത്രയോ പേരുണ്ട്. ഇപ്പോൾ ഗിരിജാമ്മ, എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയുണ്ട്, അമ്മായിമാരുണ്ട്, ചിറ്റമാരുണ്ട്, അങ്ങനെ കൂട്ടുകാരി അമൃതയൊക്കെ, അങ്ങനെയുള്ളവരെ പരിചയമുള്ളവരുടെ കൂടെ കുഴപ്പമില്ല കേട്ടോ. അവർക്കറിയാമല്ലോ എങ്ങനെ വേണമെന്നില്ല, അവർ വർഷങ്ങളായിട്ട് ഇടപഴകിയുണ്ട്. അല്ല ഒട്ടും പരിചയമില്ലാത്തവരാകുമ്പോഴേ കുഴപ്പമുള്ളൂ. ജയേന്ദ്ര സാർക്ക് കുഴപ്പമൊന്നുമില്ല, സാറിനറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ. സാറിൻ്റെ പ്രോഗ്രാമിന് സാറ് തന്നെ സ്റ്റേജിൽ കൊണ്ടുപോകും, ഞാനും കൂടെ വരും, ഒന്നും പറയില്ല. പിന്നെ ദാസേട്ടനും കൊണ്ടുപോയിട്ടുണ്ട്, അതൊക്കെ അതൊന്നും കുഴപ്പമില്ല. അതെ, ശബ്ദത്തിൽ കൂടെ തന്നെ ഓരോ അങ്ങനെയാണ്, ഓരോ ശബ്ദത്തിൽ കൂടെയാണ്. ശബ്ദം, ഗന്ധം, സ്പർശനം, അതിൽ കൂടെയാണ് എല്ലാം. പിന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരും, ഇന്നടുത്ത് ഇന്നതുണ്ട്, അതുണ്ട്, ഇതുണ്ട് പോകുമ്പോഴൊക്കെ. പിന്നെ ആരെങ്കിലും ഇപ്പം എന്നെ അടുത്ത് വരും, ഇത് ഇന്ന ആളാട്ടോ വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ, ഇതെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ അറിയുന്നു, ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും എനിക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല, ഒരു കൈ തന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടണമെന്ന് പറയും. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതെന്ത്. പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. വരും, ചിലവരുടെ മറന്നു പോകും കേട്ടോ, കുറേ നാളായിക്കഴിയും. എന്നാലും പിന്നെ വിളക്ക് കൊളുത്താൻ പോകുമ്പോഴൊക്കെ അച്ഛനും അമ്മയും കൂടെ വേണം. ചിലപ്പോൾ അവർ കയ്യിൽ വിളക്ക് തന്നിട്ട് പോയാലോ, അങ്ങനെയൊക്കെയുള്ള പേടി എനിക്ക്. ഞാനെങ്ങനെ കൊളുത്തു, എനിക്ക് തന്നെ കൊളുത്താൻ അറിയത്തില്ല, എവിടെയാണ് എന്താ, അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ട്. പിന്നെ എൻ്റെ മോനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറയും. അപ്പം ഞാൻ പറയും ആളെവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ കൈ തല വെപ്പിക്കുവാണെങ്കിൽ അനുഗ്രഹിക്കാമെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക്.
എന്തിനൊക്കെയാണ് ഇത് പറഞ്ഞപ്പോഴാണ് ഈ വിഷമം വരാറുണ്ട്, സ്ട്രെസ് വരാറുണ്ട് ആ എന്ത് സമയങ്ങളിലാണ് ഇതുപോലെ ഇപ്പൊ പറഞ്ഞ സമയങ്ങൾ അങ്ങനത്തെ ഈ പറഞ്ഞ അവസ്ഥകളിലാണ്? ആ അവസ്ഥകളിലാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരുമ്പോഴേ കൈ തന്നില്ലെങ്കിൽ ഇങ്ങനെ അറിയും. വേറെ ആരുടെയും കൂടെ ചോറിനായിരിക്കില്ല, അവർ പറഞ്ഞു തന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൂട്ടാനുണ്ട്, അവിടെയുണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഫോട്ടോ എടുക്കാൻ നേരം അങ്ങോട്ട് നോക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എനിക്കറിയില്ല, വലത്തോട്ട് നോക്കണം അല്ലെ ഇടത്തോട്ട് നോക്കാൻ പറയണം ഞാൻ പറയും. അങ്ങനെയുള്ള സ്ട്രെസ്സുകളൊക്കെ ഉണ്ട്. സൊസൈറ്റി പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഉള്ളവരെ നോക്കി കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് തോന്നിയിട്ട്. ഉണ്ട്. അതായത് അവരെ ഒരു ടാഗായിട്ട് മാറ്റും. ഇപ്പോൾ ഒരാളുടെ വൈകല്യം അവരുടെ പേരായിട്ട് ഒരു ടാഗാക്കി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിയല്ല. ഉദാഹരണം, ഇതാ പൊട്ടനല്ലേ, അല്ലെങ്കിൽ ഇതൊരു ചട്ടുകാലിയല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചീത്ത പറയും. അങ്ങനെ പറയരുത്. അവർക്ക് പേരുണ്ടല്ലോ, അത് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. അവരുടെ ഡിസബിലിറ്റി ഒരു ടാഗാക്കണ എന്തിനാ? അത് വെച്ച് എന്തിനാ അറിയപ്പെടുന്നത്? വിക്കൻ, കുക്കൻ. ഞാൻ ചീത്ത പറയും, ഞാൻ പ്രതികരിക്കുമായിരുന്നു. അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്താ? അല്ല, നമ്മൾ സമൂഹത്തിൽ അവരും മനുഷ്യർ തന്നെ, അവർക്കും എല്ലാം അറിഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം എന്നെപ്പോലുള്ളവർക്കും എല്ലാം അറിഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചിലരൊന്നും അറിയിക്കില്ല, നിനക്ക് കാണില്ല, നീ അവിടെ പോയിരുന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ ഞാൻ എതിരായിരുന്നു, ഞാൻ വഴക്കായിരുന്നു. വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അവർ മാറി നിൽക്കേണ്ടവരല്ലെന്ന്. അങ്ങനെ ചേച്ചീനെ കണ്ട് അങ്ങനെ ഇൻസ്പയർ ആയിട്ടുള്ള അങ്ങനെ വല്ല കേസസ് അറിയാമോ? വേറെ കുട്ടികൾ ഇതേപോലെ സംഗീതം ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ പഠിക്കുക അങ്ങനെ ഉണ്ടാവും തോന്നുന്നല്ലേ? കുറെ പേര് ഉണ്ടാവുമായിരിക്കും. ഉണ്ടാകേണ്ടതാണല്ലേ. ഈ രാഗങ്ങളെ മനസ്സിൽ എങ്ങനെയാണ് കാണുന്നത്? ചില ആൾക്കാരൊക്കെ ഈ പഠിക്കുന്നവരൊക്കെ നോട്ട്സ് എഴുതിയെടുത്താണ്, പക്ഷെ നമുക്ക് ചില ഇതുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിൽ അതിനൊരു രൂപമായിട്ടാണോ, എങ്ങനെയാണ് രാഗങ്ങളെ നമ്മൾ മനസ്സിൽ ക്രമീകരിക്കുന്നത്? രാഗങ്ങളെ അത് ഒരു ദൈവിക ഭാവമായിട്ടാണ് കാണുന്നത്. ഓരോ രാഗങ്ങൾക്കും സരസ്വതി എന്ന് പറയുമ്പോൾ സരസ്വതി ദേവിയുടെ വീണ അതൊക്കെ മനസ്സിൽ കാണും. പിന്നെ ഓരോ രാഗങ്ങൾക്കും ഓരോ ഐശ്വര്യം, ഓരോ ഇമോഷൻസ് ഉണ്ട്. ഐശ്വര്യമുള്ള രാഗങ്ങൾ, സങ്കടമുള്ള രാഗങ്ങളൊക്കെ ഇല്ലേ? ശുഭബന്ധുരാളിയുണ്ട്, ശിവരഞ്ജിനി, അതൊക്കെ ശോകരാഗങ്ങളാണ്. അപ്പോൾ ഓരോ രാഗങ്ങളെയും ദൈവിക സ്വരൂപമായിട്ട് കാണുന്നു. ഹംസധ്വനിയാണെങ്കിൽ അരയന്നങ്ങൾ, ഹംസം എന്ന് വെച്ചാൽ അരയന്നമല്ലേ, അരയന്നങ്ങളുടെ ശബ്ദമാണ് ഹംസധ്വനി. അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. മോഹനം മനോഹരം, സന്തോഷമുള്ള രാഗം. അങ്ങനെ ആരഭി ഒക്കെ ഒരു ഐശ്വര്യമുള്ള രാഗമാണ്. തിരുവാതിര കളിക്കൊക്കെ ആരഭി ഉപയോഗിക്കാറുണ്ട്. അത് ഉണ്ട്. ഓണത്തിന് അടിപൊളിയാണ്. തിരുവനന്തപുരത്ത് പ്രോഗ്രാം ഉണ്ട്. 24-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടെ കുടുംബസംഗമമുണ്ട്. അടിപൊളിയാണ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു കുടുംബസംഗമം വയ്ക്കുന്നു. ഇപ്പോഴാണ് അതിനുള്ള ടൈം. ഞങ്ങളുടെ വെള്ളാള സമുദായം, അതും അവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ടേ. കുമരകം രഘുനാഥ് സാറാണ് അതിഥിയായിട്ട് വരുന്നത്. നേരത്തെയൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ പ്രോഗ്രാം വന്നേ പിന്നെ സ്പെൻഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലം വീട്ടിലായിരുന്നു കേട്ടോ. എന്നിട്ട് കഞ്ഞിയും കറിയും കളിയായിരുന്നു. അമ്മയുടെ മക്കളൊക്കെ ആയിട്ട് അതിന് മുമ്പ് കളിക്കാൻ വരുമായിരുന്നു. ഇപ്രാവശ്യം അമ്മയച്ഛനും തന്നെ കളിക്കാൻ. പിന്നെ ഇപ്പം അമ്മയച്ഛനെ വരാറുള്ളൂ കളിക്കാൻ. എല്ലാവരും അവർക്ക് വിവാഹം കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ കിട്ടി, ടൈമില്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും കൂട്ടും.